അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. പിശാച് മനുഷ്യനെ തെറ്റിച്ച വഞ്ചിച്ച 3 സത്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ചിന്തിക്കുന്നിടയായി തീർന്നു. അതിൽ നിന്നും ഒരു സത്യത്തെക്കുറിച്ച് ചെറിയ ചില കാര്യങ്ങൾ പഠിക്കുവാനാണ് നാം താല്പര്യപ്പെടുന്നത്. പിശാച് മനുഷ്യനെ ചതിക്കാൻ വേണ്ടി പറഞ്ഞ 3 സത്യങ്ങൾ എന്ന് പറയുന്നത്, 1, നിങ്ങളുടെ കണ്ണു തുറക്കും എന്നുള്ളതായിരുന്നു. 2, നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നുള്ളതാണ്. 3, നിങ്ങൾ മരിക്കുകയില്ല എന്നുള്ളതാണ്. ഇത് 3ഉം സത്യം തന്നെ ആയിരുന്നുവെന്ന് തുടർന്നുള്ള വേദഭാഗങ്ങളിൽ കൂടെ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും ഒരു ഭാഗം ഇന്ന് അടർത്തിയെടുത്ത് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്, പിശാച് അവരോട് പറയുകയാണ്, നിങ്ങൾ മരിക്കുകയില്ല എന്നുള്ളത്. അത് സത്യം തന്നെ ആയിരുന്നു. ഒരിക്കലും അവർക്ക് മരണം സംഭവിച്ചിരുന്നില്ല. എന്നാൽ തിരുവചനത്തിൽ നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ആത്മീകമായി മരിച്ചു എന്നുള്ളതാണ്. എന്താണ് ഈ ആത്മീക മരണം? അത് സെപ്പറേഷൻ ഫ്രം ഗോഡ്. അതൊരു പെർമനന്റ് മരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും അകന്നു മാറുന്നതിനെ മരണം എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയും വിളിക്കുകയും ചെയ്യുന്നത്. അത് നമുക്ക് യഥാർത്ഥത്തിൽ അറിയാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഏറ്റവും ദുരനുഭവം എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് നാം അകന്നു മാറുമ്പോൾ, ദൈവത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുമ്പോൾ, ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയാതിരിക്കുന്നത്, ദൈവവുമായുള്ള ബന്ധത്തിൽ നാം വേർപെട്ടു പോകുന്നത് പലപ്പോഴും നാം അറിയാതെ തന്നെ നാം ആത്മീകരാണെന്ന് നടിച്ചുകൊണ്ട്, വിശുദ്ധരാണെന്ന് അഭിനയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാണാൻ കഴിയും. ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എപ്പോഴാണോ ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത്, അതിനെക്കുറിച്ചൊരു ബോധ്യം വരികയും ദൈവത്തോട് അടുത്തു വരുവാനും, ഞാൻ പിന്മാറിപ്പോയി, ഞാൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് അടുത്ത് വരുമ്പോൾ, ആ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരപ്പനെ കാണുന്നത് പോലെ ആ ധൂർത്തപുത്രനെ മാർവോട് ചേർത്തണയ്ക്കുന്ന ആ അപ്പന്റെ സ്നേഹം പോലെ നമ്മെ ചേർത്തണയ്ക്കുന്ന ഒരു ദൈവം, ഒരു പിതാവ് നമുക്കുണ്ട് എന്ന് നാം മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ പരാജയം തെറ്റിപ്പോകുന്നതല്ല, തെറ്റിപ്പോയിട്ടും തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹമോ താല്പര്യമോ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബോധ്യവും തിരിച്ചറിവും നമുക്കില്ലാത്തത്? ഈ ലൂക്കോസ് വിശേഷത്തിൽ പറയുന്നത് പോലെ ആ ധൂർത്തപുത്രന് നമ്മൾ വിളിപ്പേരിട്ട് വിളിക്കുന്ന ആ മനുഷ്യന് നല്ല ബോധമുള്ളത് കൊണ്ടാണ് അവൻ സകലതും വാങ്ങി ദൂരയാത്രയ്ക്ക് വേണ്ടി അവൻ പോകുന്നത്. എന്നാൽ പിന്നീട് അവനെക്കുറിച്ച് കാണുന്നത് അവന് ബോധം വന്നുവെന്നാണ്. അവിടെ വന്നത് ബോധമല്ല, അവിടെ വന്നത് തിരിച്ചറിവാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും അകന്നു മാറിപ്പോകുമ്പോൾ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ യേശുവിനോട് അടുത്തു വരാൻ കഴിയാത്തത്. നാം എത്രമാത്രം അകന്നു പോകുന്നുവോ അത്രമാത്രം ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട് എന്ന് നാം മറന്നു പോകരുത്. മനുഷ്യനെ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചാക്കുന്നത് മരിക്കാൻ വേണ്ടിയല്ല, നിത്യമായി ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ അവന്റെ നിത്യതയെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അനുസരണക്കേടെന്ന പാപം അവന്റെ ജീവിതത്തിൽ വന്നു വീഴുമ്പോൾ ദൈവത്തിന്റെ സകല പ്ലാനുകളും, ദൈവത്തിന്റെ സകല ആഗ്രഹങ്ങളും അവിടെ തച്ചുടയ്ക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരൊറ്റ തെറ്റുകൊണ്ട് സകലതും നഷ്ടപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ, ആ നഷ്ടത്തിൽ അവൻ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത് അവന്റെ ആത്മീക മരണമെന്ന സെപ്പറേഷൻ ഫ്രം ഗോഡ്. നിങ്ങളോട് ദൈവം സംസാരിക്കാറുണ്ടോ? നിങ്ങളോട് ദൈവം അടുത്ത് ഇടപെടാറുണ്ടോ? ദൈവത്തിന്റെ സാമീപ്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഏദൻ തോട്ടത്തിൽ ആദാമനോടും ഹവ്വയോടും സംസാരിച്ചതുപോലെ നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് നിങ്ങളുമായി സമീപിച്ച് നിങ്ങളെ സ്നേഹിപ്പാനും സംസാരിപ്പാനും നിങ്ങളോട് കൂടെ ചേർന്ന് ജീവിക്കാനും താല്പര്യപ്പെടുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. പലപ്പോഴും ആ സാന്നിധ്യത്തെ മനസ്സിലാക്കാൻ കഴിയാതെ ഞാൻ അകന്നു മാറി നിൽക്കുന്നവനാണ് എന്നൊരു തിരിച്ചറിവ് എനിക്കില്ലാത്തത് എൻ്റെ ജീവിതത്തിൽ എത്ര വലിയൊരു പരാജയമാണ്, എത്ര വലിയ നഷ്ടമാണ് എന്ന് ഇന്ന് തിരിഞ്ഞു ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഏദൻ തോട്ടത്തിൽ വെച്ച് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് അവർ പഴം ഭക്ഷിച്ചതോ, അവരുടെ നിത്യത നഷ്ടപ്പെട്ടതോ, അവർക്ക് സംഭവിച്ച മറ്റ് നഷ്ടങ്ങളോ, ശാപത്തിന് അടിമപ്പെട്ടതോ ഇതൊന്നുമല്ല. ആത്മീക മരണമെന്ന് നാം വിളിപ്പേരിട്ട് വിളിക്കുന്ന സെപ്പറേഷൻ ഫ്രം ഗോഡ്. അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത്. ദൈവത്തോട് കൂടെ ജീവിക്കാൻ, കൂടെ സഹവസിക്കാൻ വേണ്ടി തൻ്റെ രൂപത്തിൽ മെനഞ്ഞുണ്ടാക്കിയ മനുഷ്യൻ തന്നിൽ നിന്നും അകന്നു പോകുന്നത് ദൈവത്തിനും അതിലേറെ മനുഷ്യനും സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി അതിനെ വിചിന്തനം ചെയ്യുമ്പോൾ മാത്രമേ എത്രമാത്രം ഗ്രാവിറ്റിയാണ് ആ വിഷയത്തിൽ ഉള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ, ഗത്സമനയിലേക്ക് നടന്നു നീങ്ങുന്ന യേശു ആ ഗത്സമനയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ എന്നും.
പ്രാർത്ഥിക്കണം. ഇഹലോക ശുശ്രൂഷയ്ക്കനന്തരം യേശുക്രിസ്തു ഗത്സമനിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? എന്താണ് ഈ പാനപാത്രം യേശു നീക്കാൻ വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുന്നത്? കാൽവരി ക്രൂശിലെ മരണമാണ് യേശു ഈ ഭൂമിയിൽ അവതരിച്ചത്, ഈ ഭൂമിയിൽ ജീവിച്ചത്. അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു. കാൽവരി ക്രൂശിൽ താൻ തകർക്കപ്പെടുമെന്നും ആദിമ മനുഷ്യനായ ആദം ചെയ്ത പാപ പരിഹാരമായി ആ സപ്പറേഷനെ വീണ്ടെടുക്കാൻ വേണ്ടി ആണ് താൻ വന്നതെന്നും തൻ്റെ രക്തത്തിലൂടെ തൻ്റെ മരണത്തിലൂടെ അന്ന് നഷ്ടപ്പെട്ടു പോയ സപ്പറേഷൻ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നും യേശുവിന് ഉറപ്പുണ്ട്. ആ ഒരു ബോധ്യത്തോടെയാണ് യേശു ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ക്രൂശിൽ മരിക്കാൻ തന്നെ ഒരു പ്രിപ്പറേഷൻ യേശുവിനുള്ളപ്പോൾ, അതിനുവേണ്ടിയാണ് താൻ വന്നതെന്ന് ബോധ്യമുള്ളപ്പോൾ ഒരിക്കലും ആ ക്രൂശമരണം മാറണമെന്നല്ല യേശു അവിടെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. പിന്നെ എന്താണ്? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തൻ്റെ ജീവിത യാത്രയിൽ താൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് മുഴുവനും യേശു പിതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ശിഷ്യന്മാരോടും പുരുഷാരത്തോടും ഈ പിതാവിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് എൻ്റെ പിതാവ് എന്ന് മാത്രമാണ്. പിതാവിനെ, ദൈവത്തെ പിതാവ് എന്നല്ലാതെ മറ്റൊരു രീതിയിലും യേശു അതിസംബോധന ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്നാൽ കാൽവരി ക്രൂശിലേക്ക് യേശു നടന്നു നീങ്ങുമ്പോൾ, ക്രൂശിൽ തറയ്ക്കപ്പെടുമ്പോൾ അവൻ പറഞ്ഞ 7 തിരുമൊഴികളിൽ ഒന്ന് ഏലി ഏലി ലമ്മ ശബക്താനി എന്നാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ അങ്ങ് എന്നെ കൈവിട്ടതെന്ത്? ചോദ്യം ഇതാണ്. യേശു വിളിക്കുന്ന നിലവിളിയിൽ, ഉറക്കി വിളിക്കുന്ന വിളി എൻ്റെ ദൈവമേ എന്നാണ്. ഒരു നിമിഷത്തേക്കെങ്കിലും ആ പിതാവ് പുത്രനിൽ നിന്ന് മുഖം മറച്ചു കളഞ്ഞു എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ഒരു നിമിഷത്തേക്ക് ഒരു സപ്പറേഷൻ സംഭവിച്ചു. ഒരു നിമിഷത്തേക്ക് ദൈവം പുത്രനിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു. സത്യത്തിൽ ആ ഗത്സമനിൽ വെച്ച് സംഭവിക്കുന്നത് അവന്റെ മനുഷ്യത്വത്തെ പൂർണ്ണമായി രൂപപ്പെടുത്തിയെടുക്കുകയും ആ ദൈവത്വം എന്ന ദൈവത്വത്തെ മാറ്റിയിട്ട് ആ പിതാവുമായുള്ള സപ്പറേഷൻ സംഭവിക്കുകയാണ് അവിടെ ചെയ്തത്. ദൈവത്തിന് ഒരിക്കലും മരിക്കാൻ കഴിയുകയില്ലാത്തത് കൊണ്ട് തന്നെ ആ ഗത്സമനിൽ വെച്ച് പുത്രന്റെ ദൈവത്വത്തെ മാറ്റിയിട്ട് പൂർണ്ണ മനുഷ്യനായി കാൽവരി ക്രൂശിലേക്ക് അവനെ കൊണ്ടുപോകുമ്പോൾ യേശുവിന് അറിയാം ഇതൊരു സപ്പറേഷൻ ആണ് എൻ്റെ പിതാവിൽ നിന്ന്. ഞാൻ ഇതുവരെ അങ്ങനെ മാറി ഇരുന്നിട്ടില്ല. അതൊരു വലിയ സത്യമാണെന്നും അതെനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്നും യേശുവിന് ബോധ്യമുള്ളത് കൊണ്ട് യേശു നിലവിളിച്ച് പറയുകയാണ്, ഈ പാനപാത്രം കഴിയുമെങ്കിൽ നിന്ന് മാറ്റണമേ. അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി പൊടിഞ്ഞ് നിലത്തിട്ട് വീഴണമെങ്കിൽ അതുപോലെ പ്രഷർ, അതുപോലെ വേദന, അതുപോലെയുള്ള ആ ഞെരുങ്ങുന്ന സാഹചര്യം അവൻ അനുഭവിക്കുന്നത് കൊണ്ടാണ് ആ അനുഭവം എന്ന് പറയുന്നത്. അവനറിയാം ഒരു നിമിഷത്തേക്ക് ആ പിതാവ് അവനിൽ നിന്ന് മുഖം മറയ്ക്കും. ഒരു ചെറിയ നിമിഷത്തേക്ക് ആ പിതാവ് ഇവനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടും. അത് സഹിക്കാൻ വയ്യാതെ നിലവിളിക്കുന്ന യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് എത്ര നാളായി സെപ്പറേറ്റ് ചെയ്ത് ജീവിക്കുകയാണ്, എന്നിട്ടും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയാതെ ക്രിസ്തീയ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ എത്ര അപചയമാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ട ആ പെർമനന്റ് സപ്പറേഷൻ ഇനിയൊരിക്കൽ വീണ്ടെടുക്കാൻ വേണ്ടി കാൽവരി ക്രൂശിൽ തൻ്റെ സ്വന്തം പുത്രനെ തകർത്തുകൊണ്ട് ദൈവം അത് പുനഃസ്ഥാപിക്കുമ്പോൾ അതിന് യോഗ്യരായി തീരാൻ നമുക്ക് കഴിയണമെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ആ ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യനോടുകൂടെ സഹവസിക്കാൻ ദൈവം അത്രമാത്രം ആഗ്രഹിക്കുമ്പോൾ അവനോട് വന്ന് സമീപിക്കുന്ന, സംഭാഷിക്കുന്ന, സംസർഗം പുലർത്തുന്ന പിതാവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നും അത് കുറഞ്ഞു പോയിട്ടില്ല. പക്ഷെങ്കിൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ദൈവത്തെ, എന്നോട് സംസാരിക്കുന്ന ദൈവത്തെ, എന്നോട് സംസർഗം ചെയ്യുന്ന പിതാവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പരാജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിൽ നിന്നും അകന്നു മാറി ജീവിക്കുകയാണെന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മടങ്ങി വരാൻ നിങ്ങൾക്ക് കഴിയുമോ? ധൂർത്തപുത്രനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന, അവന് വേണ്ടി സകലതും കരുതുന്ന ഒരു അപ്പനേക്കാൾ കവിയുന്ന ഒരു അപ്പൻ എനിക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നൊരു ബോധ്യം നിങ്ങളിലേക്ക് ദൈവം ഇന്ന് തരട്ടെ. ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ആ പെർമനന്റ് സപ്പറേഷനെ വീണ്ടെടുക്കാൻ ദൈവം അവസരങ്ങളെ ഒരുക്കി തരുമ്പോൾ നിത്യതയിൽ എൻ്റെ ദൈവമൊത്ത്, എൻ്റെ പിതാവൊത്ത് സഹവർത്തിക്കാൻ, ഒരുമിച്ച് ആനന്ദിക്കാൻ, അവരോട് ചേർന്ന് ജീവിപ്പാൻ, വസിപ്പാൻ ഒരവസരം എൻ്റെ മുൻപിൽ ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടുകൂടെ അതിനുവേണ്ടി ഒരുങ്ങുവാനും ജീവിത വിശുദ്ധിയിൽ മുൻപോട്ട് ജീവിപ്പാനും നാം മറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളിൽ, നാം മാറിയിരിക്കുന്ന അനുഭവങ്ങളിൽ തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് പിതാവിനോട് ചേർന്ന് ജീവിപ്പാനും ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ? ദൈവം എനിക്ക്
വേണ്ടി ഒരുക്കുന്ന ആ പുനഃസ്ഥാപനത്തിൽ അംഗമാകാൻ എനിക്ക് കഴിയണമെങ്കിൽ, ആ പിതാവുമായുള്ള ബന്ധത്തിലേക്ക് മുറുകെ പറ്റാൻ എനിക്ക് കഴിയണമെങ്കിൽ, ഇന്ന് വിശുദ്ധിയിൽ, വേർപാടിൽ, സത്യത്തിൽ, ദൈവവചന അടിസ്ഥാനത്തിൽ ജീവിക്കാൻ എനിക്ക് കഴിയണം. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടം വന്നാലും, എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും, ഏതൊക്കെ സാഹചര്യത്തിൽ കൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നാലും, ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഒരു ശക്തിക്കും ഒരു സ്വാധീനത്തിനും ഒന്നിനും കഴിയില്ല എന്നൊരു ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകി തരട്ടെ. ആ ബോധ്യത്തിൽ, ആ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ, ജീവിത വിശുദ്ധിയിൽ അടിപതറാതെ മുൻപോട്ട് പോകാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.